ഹായ് ഹലോ എല്ലാവർക്കും ഇന്നൊരു ചെറിയ റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണിത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് വഴുതനങ്ങ നിൽപ്പുണ്ട്. എന്നാൽ പിന്നെ ബംഗാളി സ്റ്റൈലിൽ വഴുതനങ്ങ കറി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ കുറച്ചുള്ള സാധനങ്ങൾ മാത്രം നമുക്കിത് മതി. അപ്പോൾ ആദ്യമേ തന്നെ ഞാനും മോളും കൂടെ പോയി വഴുതനങ്ങ പറിച്ചു. പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ കറിവേപ്പില നിൽപ്പുണ്ടായിരുന്നു. ഒരു 3 തണ്ട് കറിവേപ്പിലയും എടുത്തു. അപ്പോഴാണ് ആലോചിച്ചത് പുതുതായിട്ട് നമ്മുടെ മുറ്റത്തൊരു മുളക് ഉണ്ടായിട്ടുണ്ട്. ആ 3 മുളകും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും മോളും കൂടി വേഗം അവിടെ പോയി കണ്ടോ, ഇതാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുന്ന മുളക്. നീല കളറിലെയാണ്, നല്ല മണമാണ്. എരിവിനനുസരിച്ച് മാത്രം ഞങ്ങളൊരു 3 എണ്ണം എടുത്തു. പിന്നെ ആ കുറച്ച് വെജിറ്റബിൾസൊക്കെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി. അതുപോലെ തന്നെ വഴുതനങ്ങ ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല. കഴുകി വെച്ച വഴുതനങ്ങ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ എൻ്റെ ഒരു ടേസ്റ്റിന് എനിക്ക് കുരുമുളക് എല്ലാത്തിനും ചേർക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ചേർക്കാം. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്താൽ ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, എല്ലാം നമ്മൾ ഓയിൽ കണ്ടൻറ്റ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ വഴുതനങ്ങയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു തൈര് ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങയെല്ലാം അതിലേക്കൊന്നിട്ട് ഇളക്കി എടുത്തിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ് അടുത്ത് ചെയ്യുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉള്ളി അങ്ങ് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പിലയും ആ പറിച്ച് വെച്ചിരുന്ന ആ നീല കളറുള്ള മുളകില്ലേ അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തേച്ച് ഒന്ന് ചുറ്റിച്ച് ഈ തൈരിലേക്ക് തന്നെ ഒഴിക്കും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.